75-ാം വയസ്സിൽ നരേന്ദ്രമോദി റിട്ടയർ ചെയ്യുമോ എന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യം ബിജെപിക്കകത്തും പുറത്തും ചർച്ചയാകുന്നു. ഇന്ന് ലക്നൌവിൽ അഖിലേഷ് യാദവിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം ഇത് ആവർത്തിച്ചു. 75 വയസ്സ് കഴിഞ്ഞവർ പദവിയിൽ വേണ്ട എന്നതായിരുന്നു ബിജെപിയുടെ നയം. എത്രയോ നേതാക്കളെ ഈ നയമനുസരിച്ച് ഒഴിവാക്കി. എന്നാലും 75 കഴിഞ്ഞാലും താൻ മാറില്ലെന്ന് മോദിയുടെ നയം. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ യോഗി ആദിത്യനെ 2 മാസത്തിന് ശേഷം മോദി ഒഴിവാക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു. മോദി റിട്ടയർ ചെയ്യുമെന്ന വാദത്തെ ശക്തമായി ചെറുക്കാൻ പാർട്ടി നേതാക്കൾക്ക് ബിജെപി നിർദ്ദേശം നൽകി. മോദി റിട്ടയർ ചെയ്യേണ്ടതല്ലേ എന്ന വാദം ആവർത്തിക്കുകയാണ് കെജ്രിവാൾ. മോദി ഇതിന് മറുപടി നൽകാത്തത് എന്തെന്നും കെജ്രിവാൾ ചോദിച്ചു. പാർട്ടിയിലും പുറത്തും ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് കെജ്രിവാളിന്റെ നീക്കമെന്നാണ് ബിജെപി കരുതുന്നത്. 2014 മാർഗനിർദ്ദേശ മണ്ഡൽ ഉണ്ടാക്കി LK അദാനി ഉൾപ്പെടെയുള്ള 75 കഴിഞ്ഞ നേതാക്കളെ ബിജെപി അതിലേക്ക് മാറ്റിയത്. പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്യാതെയാണ് ഇത് നടപ്പിലാക്കിയതെന്ന് ബിജെപി വിട്ട മുൻ കേന്ദ്രമന്ത്രി യശ്വന്ത് സിൻഹ പറഞ്ഞു. ചട്ടം എല്ലാവർക്കും ബാധകമല്ലേ എന്ന ചോദ്യവും യശ്വന്ത് സിൻഹ ഉയർത്തുന്നു. മോദി സ്ഥാനം ഒഴിയുമോ എന്നതിനൊപ്പം പിൻഗാമിയെക്കുറിച്ച് ബിജെപിയിലുള്ള ആശയക്കുഴപ്പം കൂടിയാണ് കെജ്രിവാൾ ചർച്ചയാക്കുന്നത്. യോഗി ആദിത്യനാഥിനോട് അമിത്ഷായ്ക്ക് നല്ല ബന്ധമല്ല എന്ന അഭ്യൂഹം പാർട്ടിക്കകത്തുമുണ്ട്. അതിനാൽ ബിജെപിയുടെ നിലവിലെ നേതൃത്വത്തോട് ഉത്തരേന്ത്യയിലെ ഒരു വിഭാഗം RSS അണികൾക്കുള്ള അമർഷം പ്രയോജനപ്പെടുത്താനാണ് കെജ്രിവാൾ ഈ വെടി പൊട്ടിച്ചത്.